അപ്പോൾ നമ്മുടെ ടെസ്റ്ററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 166 വോൾട്ട് നമുക്കിപ്പോൾ കാണിക്കുന്നുണ്ട്. ഞാനിവിടുന്ന് ടച്ച് ചെയ്ത് നോക്കാൻ പോവാം എന്താ സംഭവിക്കുന്നത്. ഹൈ ഫ്രണ്ട്സ്, മച്ചാമാരെ എല്ലാവർക്കും നമസ്കാരം. ഉണ്ണീസ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെസ്റ്ററുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ടെസ്റ്റർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു എക്യുപ്മെൻ്റ് അല്ലേ, പിന്നെ എന്തിനാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് ചില കാര്യങ്ങളോട് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇലക്ട്രീഷ്യന്മാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടതും അവരുടെ ജീവൻ്റെ വിലയുള്ളതുമായിട്ടുള്ളൊരു എക്യുപ്മെൻ്റാണ് നമ്മൾ ലൈൻ ടെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈൻ ടെസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈനിൽ വോൾട്ടേജ് ഉണ്ടോ അതേപോലെ ലൈനിൽ കറണ്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ ലൈൻ ടെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിന്നിവിടെ എടുത്തുള്ളത് ടപാരിയുടെ 813 എന്ന് പറയുന്ന മോഡലും അതേപോലെ തന്നെ മാസ്റ്ററിൻ്റെ ചാർമാസിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്ന മോഡലും ആയിട്ടുള്ള രണ്ട് ടെസ്റ്ററുകളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതെടുക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇലക്ട്രീഷ്യന്മാർ പൊതുവെ യൂസ് ചെയ്യുന്നത് ടപാരിയുടെയും അതേപോലെ തന്നെ ചാർമാസിൻ്റെ ആയിട്ടുള്ള ഈ രണ്ട് ടെസ്റ്ററുകളാണ് പൊതുവെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരിക. ഇപ്പോൾ ഡിജിറ്റൽ ടെസ്റ്റർ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, എങ്കിൽ പോലും ഈ ഒരു ടെസ്റ്ററാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരിക. അപ്പോൾ ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ലൈൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഷോക്ക് അടിക്കുന്നില്ല എന്നൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ടെസ്റ്ററിൻ്റെ ഇൻസൈഡിലുള്ള കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ലൈൻ ടെസ്റ്ററിൽ എന്തുകൊണ്ട് ഷോക്ക് അടിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും അത് നമ്മൾ തിരക്കേണ്ട കാര്യം എന്താണ്, ഇട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്നില്ലല്ലോ, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ ചില ആൾക്കാർ പറയും ഇതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് കൂടിയ കൊണ്ടിട്ടാണ് ഷോക്ക് അടിക്കാത്തത്. അത് അത്യാവശ്യം നോളജ് ഉള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ലൈൻ ടെസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് മെഷർ ചെയ്യണമല്ലോ. എത്ര റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടിട്ടാണ് നമുക്ക് ഷോക്ക് അടിക്കാത്തത് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ മൾട്ടിമീറ്റർ എടുത്തെന്ന് വെച്ചിട്ടുണ്ട്. മൾട്ടിമീറ്റർ നമുക്ക് നേരെ റെസിസ്റ്റൻസിലേക്ക് ചെക്കാം. വയ്ക്കട്ടെ, നമുക്കൊരു ടെസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് നോക്കാം. അല്ല സീറോ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ടപാരിയുടെ 813 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത്. ഇത് സീറോ, അതായത് ഇൻഫിനിറ്റിയാണ് കാണിക്കണേ. റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്, അതായത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കുന്ന അതേ റെസിസ്റ്റൻസ് തന്നെയാണ് ഇവിടെയും കാണിക്കുക. അപ്പോൾ ഇൻഫിനിറ്റി, അതായത് കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ള രീതിക്കാണ് ഇതിൻ്റെ അത് കാണിക്കുന്നത്. ഇനി നമുക്ക് ചാർമാസിൻ്റെ ടെസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. രണ്ടിലും ഒരേ എഫക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടണ്ടേ, അത് കിട്ടുന്നില്ലല്ലോ. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്കറിയണ്ടേ. അത്രയും ഇൻഫിനിറ്റീവ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഇട്ടിട്ടും നമുക്കിവിടെ ഒരു മെഷർമെൻറ്റ് റീഡിങ് കിട്ടില്ല. കാരണം എന്തായാലും ഒരു ഇൻഫിനിറ്റി ആയിട്ടുള്ള റെസിസ്റ്റർ ആയിരിക്കില്ല, ഒരു കൃത്യമായിട്ടുള്ള ഒരു റേഞ്ചുള്ള റെസിസ്റ്റർ ആയിരിക്കും ഇതിൻ്റെ അത് ഇട്ടിട്ടുള്ളാവുക. അപ്പോൾ ആ റെസിസ്റ്റൻസ് വാല്യൂ നമുക്കറിയണം. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നതിനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ചാർമാസിൻ്റെ ടെസ്റ്റർ ഒന്ന് അയച്ചു നോക്കേണ്ടത് എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ബാക്കിലെ ടിപ്പ് അഴിച്ചാൽ നമുക്കിത് ഊരിയെടുക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ക്യാപ്പ്, അത് കഴിഞ്ഞിട്ടൊരു സ്പ്രിങ്, അത് കഴിഞ്ഞിട്ടുള്ളിൽ നമ്മുടെ നിയോൺ ലാമ്പ്, അതേപോലെ തന്നെ ഒരു റെസിസ്റ്ററുണ്ട്. ഇങ്ങനെയാണ് ഒരു ടെസ്റ്ററിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഭാഗങ്ങൾ. അതായത് ഒരു റെസിസ്റ്റൻസ്, പിന്നെ നിയോൺ ലാമ്പ്, പിന്നെ സ്പ്രിങ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ ഉള്ള ക്യാപ്പ്. അപ്പോൾ ഈ ക്യാപ്പിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ടെസ്റ്ററിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഇതുവഴിയാണ് നേരെ കോണ്ടാക്ട് ഇതിലേക്ക്, ഈ റെസിസ്റ്റൻസിലേക്ക് എന്നത്. റെസിസ്റ്റൻസിൽ നിന്ന് നേരെ അടുത്തതായിട്ട് നമ്മുടെ നിയോൺ ലാമ്പിലേക്ക് പോകും. പിന്നെ നിയോൺ ലാമ്പിൽ നിന്ന് കയറി ഇറങ്ങിയ സ്പ്രിങ് വഴി ഈ അറ്റത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് ആണ് ആ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടാണ്ട് പോയത് അളന്നത്, അത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ആദ്യമായിട്ട് നമുക്ക് ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ റീഡിങ് കിട്ടുന്നുണ്ട്, അതായത് 1 മെഗാ ഓംസ്, 1.050 മെഗാ ഓം ആണ് ഈ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതിവിടെ നിൽക്കട്ടെ, പൊതുവെ പറയാം. ഇനി അടുത്തത് നമുക്ക് നിയോൺ ലാമ്പിൽ നോക്കാം. നിയോൺ ലാമ്പിൽ ഇത് കണ്ട കണ്ടിന്യൂറ്റി ഇല്ല. അതെന്തുകൊണ്ടാണ് കണ്ടിന്യൂറ്റി ഇല്ലാത്ത? കാരണം നിയോൺ ലാമ്പ് നേരെ കയറി ഇറങ്ങി അപ്പുറത്ത് നമുക്ക് കിട്ടേണ്ടതല്ലേ, ഒരു കണ്ടിന്യൂറ്റി മെഷർ ചെയ്ത് കിട്ടേണ്ടതല്ലേ, പക്ഷെ കിട്ടുന്നില്ലല്ലോ. അതിനൊരു കാരണമുണ്ട്.
അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ സൈഡിൽ കാണിച്ചു തരാം. ഈ നിയോൺ ലാമ്പിൻ്റെ ഉൾവശത്തുള്ള 2 ടെർമിനൽസ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള നിയോൺ വാതകമാണ് ഇവയെ തമ്മിൽ കോൺടാക്റ്റ് ആക്കുന്നത്. അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ഈ നിയോൺ ലാമ്പിലൂടെ, അതായത് നിയോൺ വാതകത്തിലൂടെ കണ്ടിന്യൂറ്റി ഉണ്ടായി ഇപ്പുറത്തേക്ക് കണ്ടിന്യൂറ്റി വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 2 പോളുകൾ ഇതിൻ്റെ അകത്ത് ഉയർന്നിരിക്കുക, അതിൻ്റെ അകത്ത് ഗ്യാസുമാണ് ഉള്ളത്. അപ്പോൾ ഡയറക്റ്റ്ലി ഇതിനൊരു കോൺടാക്റ്റ് ഇല്ല. ഈ എൻഡും ഈ 2 ടെർമിനലും തമ്മിൽ ഡയറക്റ്റ് ഒരു കോൺടാക്റ്റും ഇല്ല. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇവിടെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്തത്. അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ഉണ്ടായാൽ, ഈ 2 ടെർമിനലുകൾക്കിടയിൽ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. ആ കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നതാണ് നമ്മൾ ലൈറ്റായിട്ട് പുറത്ത് കാണുന്നത്. അതായത് ഈ ടെർമിനലിൽ നിന്നും ഇതിൻ്റെ ഉള്ളിലൂടെ വാതകത്തിലൂടെ ഉണ്ടാകുന്ന കണക്ഷൻ മുഖേനമാണ് നമുക്കിവിടെ ഒരു ചുവന്ന ലൈറ്റ് തെളിയുന്നതായിട്ട് കാണുന്നത്. അതാണ് ഈ നിയോൺ ലാമ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഇവിടെ സപ്ലൈ വന്നു, ഈ സപ്ലൈ ഇവിടെ എത്തിയാൽ മാത്രമേ ഉള്ളൂ ഇപ്പുറത്ത് നമ്മൾ കൈയും ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടി ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി ഈ ലാമ്പ് തെളിയുന്നതായിട്ട് തോന്നുന്നത്. പിന്നെ ഷോക്ക് അടിക്കാത്തതിൻ്റെ കാര്യം, അത് ഈ 1 മെഗോം എന്ന് പറയുന്ന റെസിസ്റ്റർ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ നിയോൺ ലാമ്പിനും അതിൻ്റെതായിട്ടുള്ള ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ട്. അതും കൂടാതെ നമ്മുടെ മനുഷ്യൻ്റെ ബോഡിയുടെ ഒരു റെസിസ്റ്റൻസും കൂടി വെച്ചിട്ടാണ് ഈ ടെസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൈൻ ടെസ്റ്റർ ഞാൻ ഇവിടെ ഒരു 230 വോൾട്ട് ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ തെളിയുന്നത് കണ്ടോ? ഓക്കെ ആണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മുടെ മൾട്ടിമീറ്ററിൽ ഞാൻ ഇത് വോൾട്ടിലേക്കൊന്ന് മാറ്റുവാണ്, AC വോൾട്ടിലേക്ക്. ഇനി മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് ഞാൻ നമ്മുടെ ന്യൂട്രൽ ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ പ്ലസ് പോയിന്റ് നമുക്ക് ഇവിടെ ടെസ്റ്ററിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. എന്താ സംഭവിക്കുക, എത്ര വോൾട്ട് ഇതിന് അക്രോസ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽ നമുക്കൊന്നറിയാം. $166 വോൾട്ട് ഉണ്ട്. അതായത് ഈ ടെസ്റ്ററിന് അക്രോസ് ആയിട്ട് ടെസ്റ്ററിൻ്റെ ഈ ബാക്ക് പോയിന്റിൽ 166 വോൾട്ട് ഉണ്ട്. ഇനി ഞാൻ ടച്ച് ചെയ്ത് നോക്കാൻ പോവാം എന്താ സംഭവിക്കുന്നത്. 158 വോൾട്ടായിട്ട് കുറഞ്ഞു. അപ്പോൾ ഞാൻ കസേരയുടെ കൊടുത്തിരിക്കുന്നത്, ഞാൻ കാലൊന്ന് നിലത്ത് കുത്താൻ പോവാം. കണ്ടോ, 64 വോൾട്ടായിട്ട് ഡൗൺ ആയി. അതായത് എൻ്റെ ബോഡി റെസിസ്റ്റൻസിനുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചാണ് ഇത് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ബോഡി റെസിസ്റ്റൻസ് തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ വോൾട്ടേജ് 60 മാറി. ഞാൻ ഒന്ന് പതുക്കെ കാല് മാറ്റാം. ഇപ്പോൾ 157 വോൾട്ടായി. ഇനി ഞാനിപ്പോൾ കൈയും കൂടി ഒന്ന് മാറ്റുക, 166 വോൾട്ടായി. അതായത് ഇവിടെ ഇപ്പോൾ നിലവിൽ 166 വോൾട്ട് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഷോക്ക് അടിക്കുന്നില്ല. ഞാനിതിപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നു, 157 വോൾട്ടായി. ഇപ്പോൾ ഞാൻ കസേരയുടെ പുറത്തിരിക്കുന്നതുകൊണ്ട് 157 വോൾട്ട് ഉണ്ട്. ഞാൻ എൻ്റെ കാലൊന്ന് താഴെ മുട്ടിക്കുമ്പോൾ, ഗ്രൗണ്ടിൽ മുട്ടിക്കുമ്പോൾ അത് 74 വോൾട്ടായി. കാരണം എൻ്റെ ശരീരത്തിലൂടെ അത്രയും കറണ്ട് കടന്നു പോകുന്നുണ്ട്. വോൾട്ടേജ് ഡ്രോപ്പ് ആവുകയും ചെയ്തു. എൻ്റെ ബോഡി റെസിസ്റ്റൻസ് അനുസരിച്ച് വോൾട്ടേജ് ഡ്രോപ്പായി. അത് 59 എത്തുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഷോക്ക് അടിക്കുന്നില്ല. അതിൻ്റെ കാരണമാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് 160 വോൾട്ട് അവിടെ ടെസ്റ്ററിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടായിട്ട് എനിക്ക് ഷോക്ക് അടിച്ചില്ല. അതിൻ്റെ കാര്യം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാര്യം വേറൊന്നുമല്ല, ഈ 1 മെഗോം റെസിസ്റ്റൻസ് തന്നെയാണ്. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത റെസിസ്റ്റൻസ് തന്നെയാണ് എൻ്റെ കാര്യം. അപ്പോൾ നമുക്കിത് ഓംസ് ലോ വെച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എത്ര ആംപിയർ കറണ്ട് ഇതിൻ്റെ അകത്തോടെ കടന്നു പോകുന്നുണ്ട്, എത്ര ആംപിയർ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോയി എന്നുള്ള ഡീറ്റെയിലൊക്കെ നമുക്കൊന്ന് ഓംസ് ലോ വെച്ച് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എനിക്ക് ഷോക്ക് എഫക്റ്റ് ചെയ്യാതിരുന്നത്. ഓംസ് ലോ പ്രകാരം നമ്മൾ കാൽക്കുലേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ 230 വോൾട്ട് ഡിവൈഡഡ് ബൈ ടെസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 1 മെഗോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 230 ഡിവൈഡഡ് ബൈ 10 ലക്ഷം എന്നാണ് വരുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംസ് എന്ന് പറയുന്നത് 0.00023 ആംസ് ആണ്. അപ്പോൾ ഈ ആംബിയറിനെ നമുക്ക് ഒന്ന് മില്ലി ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ 1000 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിൻ്റെ മില്ലി ആംബിയർ റേറ്റിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ 0.23 മില്ലി ആംസ് എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ELCB കാര്യങ്ങളൊക്കെ ട്രിപ്പാന്ന് വെച്ചാൽ 30 മില്ലി ആംബിയർ റേറ്റിംഗ് ആണ്. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയും ചെറിയ ആംബിയർ റേറ്റിംഗ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കറണ്ടാണ് ഇതിനകത്തൂടെ ഒഴുകുക. അപ്പോൾ ടെസ്റ്ററിൻ്റെ കണക്ഷൻ ഫുള്ള് സീരീസാണ്. അതായത് നമുക്കറിയാം സീരീസ് സർക്യൂട്ടിൽ കറണ്ട് സെയിം ആയിരിക്കും. അതായത് റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട്, അതേപോലെ തന്നെ നിയോൺ ലാമ്പിലൂടെ പോകുന്ന കറണ്ട്, നമ്മുടെ ബോഡിയിലൂടെ കയറി ഇറങ്ങി പോകുന്ന കറണ്ടിൻ്റെ അളവെല്ലാം തുല്യമായിരിക്കും. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് നമ്മുടെ ടെസ്റ്ററിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാത്തത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.